ഞാൻ പറഞ്ഞു വന്നത് ശ്രീ വിനു, ശ്രീ സജി മഞ്ഞക്കടമ്പൻ്റെ ആ ഒരു ആത്മവിശ്വാസം അത് അംഗീകരിക്കപ്പെടേണ്ടതാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പാർട്ടി അല്ലെങ്കിൽ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ആ മുന്നണിയുടെ പേരിലുള്ള ഒരു പ്രശ്നം ഇവിടെ ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം ചൂണ്ടിക്കാട്ടി. ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണി എന്നാണ്. അപ്പോൾ ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം മനസ്സിലാക്കിയത് പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് ഭരണപക്ഷത്തിനെതിരെ പ്രതിരോധം തീർക്കുന്ന ഒരു മുന്നണി എന്ന അർത്ഥത്തിലാകും. അതുകൊണ്ടാണ് അദ്ദേഹം ചോദിച്ചത് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് പ്രതിപക്ഷ പ്രതിരോധമാകുന്നതെന്ന്. പക്ഷേ ഈ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുക അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ കാലമായിട്ട് അദ്ദേഹത്തിൻ്റെ പല നിലപാടുകളും ഒക്കെ തന്നെ പ്രതിപക്ഷത്തിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ കോൺഗ്രസിനുള്ള ഒരു ശക്തമായ പ്രതിരോധം തീർക്കുക എന്ന അർത്ഥത്തിൽ ആ പേര് ഇപ്പം തന്നെ അന്വർത്ഥമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് തന്നെയല്ല, അവരുടെ കുറേ പ്രഖ്യാപനങ്ങളുണ്ട്. ഓരോ ദിവസവും ശ്രീ അൻവറിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന പല പ്രഖ്യാപനങ്ങളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് തന്നെയാണ് എല്ലാ ദിവസവും ഉണ്ടാകുന്ന ചർച്ച. അത് വളരെ സീരിയസ് ആയിട്ടാണ് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് എന്ന് എനിക്ക് തോന്നുന്നില്ല. പലപ്പോഴും അതിൻ്റെ ഒരു തമാശയുടെ എലമെൻ്റ് കൂടി പരിഗണിച്ചിട്ടാണെന്ന് തോന്നുന്നു. കാരണം നേരത്തെ പറഞ്ഞത് മുഖ്യമന്ത്രി, ബംഗാളിലെ മുഖ്യമന്ത്രി, 10 മന്ത്രിമാർ, ചോദിക്കുന്ന എം പിമാരെല്ലാം ചേർന്ന് 1,900 പേര് ഇവിടെ പ്രചരണത്തിന് വരുമെന്നാണ്. ആർക്ക് വേണ്ടിയിട്ടാണ് പ്രചരണത്തിന് വരുന്നത്? TMCയുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ടാണോ, ഒരു ഈ ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ടാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ശ്രീ സജി മഞ്ഞക്കടമ്പൻ തൃണമൂൽ കോൺഗ്രസിനെ റെപ്രസെൻറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ പോലും അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടി ദേശീയ പാർട്ടിയാണോ അല്ലയോ എന്ന് പോലും അറിയില്ല. ആ പാർട്ടിക്ക് നാഷണൽ പാർട്ടി സ്റ്റാറ്റസ് പോയിട്ട് 2 വർഷവും 2 മാസവും കഴിഞ്ഞു. ആ സമയത്ത് ഒരുപക്ഷെ ശ്രീ സജി കേരള കോൺഗ്രസിലോ NDAയിലോ ഒക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ അറിയാത്തതായിരിക്കും. പക്ഷേ എന്തായാലും അദ്ദേഹം ഇപ്പോഴും പറയുന്നത് 2026 വരെ നാഷണൽ പാർട്ടി സ്റ്റാറ്റസ് ഉണ്ടെന്നാണ്. അത് 2 കൊല്ലവും 2 മാസവും മുമ്പ് ആ സ്റ്റാറ്റസ് പോലും പോയി. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന് പോലും നമുക്ക് എണ്ണിയെടുത്ത് ഒരു 10 പേരെ കിട്ടാത്തത് കൊണ്ടാണോ ഈ കാൻഡിഡേച്ചറിന് വേണ്ടിയിട്ട് നമുക്ക് അത് 10 പേരുടെ ഈ എൻഡോഴ്സ്മെൻറ്റ് കൊടുക്കാനായിട്ട് സാധിക്കാഞ്ഞത് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അത് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് നോക്കൂ, ഇവിടെ ശ്രീ അൻവറിനെതിരെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ TMC സ്ഥാനാർത്ഥിത്വത്തിനെതിരെ ഇവിടെ ഒരു വലിയ ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്നാണ്. ഞാൻ ചോദിക്കുന്നത്, നമുക്കിങ്ങനെ സ്വപ്നലോകത്തെ ബാലഭാസ്കരന്മാരായിട്ട് എത്ര കാലം നമുക്ക് കഴിയാൻ കഴിയും? നമ്മൾ ഈ യാഥാർത്ഥ്യങ്ങൾ എന്താണ് എന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതല്ലേ? വേറൊരു സംസ്ഥാനത്ത് മാത്രം നിലനിൽക്കുന്ന ഒരു സ്റ്റേറ്റ് പാർട്ടി സ്റ്റാറ്റസ് ഉള്ള ഒരു പാർട്ടിക്ക് മറ്റൊരിടത്ത് മത്സരിക്കാൻ പോകണമെങ്കിൽ ഒരു ലെറ്റർ ഓഫ് ഇൻറ്റൻറ്റ് കൊടുക്കുന്നതിന് പോലും അത് സമയക്രമമുണ്ട് എന്ന കാര്യത്തിനെ പറ്റി ഒന്നും ആർക്കും അറിയില്ല. അപ്പോൾ വന്ന് ബംഗാളിൽ നിന്ന് 10 മന്ത്രിമാരെ ഇവിടെ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് ഇവിടെ സ്ഥാനാർത്ഥിക്ക് ബാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടുന്ന് എണ്ണിയെടുത്തിട്ട് 10 പേരെ കൊടുക്കാനായിട്ടില്ല. അപ്പോൾ എല്ലാത്തിനും നമ്മൾ ബംഗാളിൽ നിന്ന് ആൾക്കാർ വരും എന്ന് പറഞ്ഞിട്ട് യാതൊരു വിധത്തിലുള്ള കാര്യമില്ല. ഇവിടെ ഫൗണ്ടേഷണലായിട്ടുള്ള ഒരു ചോദ്യമുണ്ട്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ശ്രീ സജി മറുപടി പറയേണ്ട ചോദ്യം അതാണ്. PV അൻവർ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണെന്ന് കരുതിക്കോളൂ. ഇപ്പോൾ പിൻവലിക്കാനുള്ള സമയമുണ്ട് എങ്കിൽ പോലും അദ്ദേഹം മത്സരിക്കുന്നുണ്ട് എന്ന് ശ്രീ സജി പറഞ്ഞ സാഹചര്യത്തിൽ ഞാൻ ചോദിക്കുക, എന്താണ് അൻവറിൻ്റെ കാൻഡിഡേച്ചർ കൊണ്ട് TMC അല്ലെങ്കിൽ നിങ്ങളുടെ ഈ പ്രതിരോധ മുന്നണി എന്താണ് ഉദ്ദേശിക്കുന്നത്? ആരെയാണ് എതിർക്കുന്നത്? പിണറായി സത്തിനെ എതിർക്കുന്നു എന്നാണ് ഇതുവരെ പറഞ്ഞിരുന്നത്. അൻവർ എല്ലായ്പ്പോഴും പറഞ്ഞിരുന്നത് പിണറായി സത്തിനെ എതിർക്കുന്നു. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, അതിനെതിരെ വോട്ട് ചെയ്യേണ്ടുന്ന ആൾക്കാർ ആർക്ക് വോട്ട് ചെയ്യണം? പിണറായി സത്തിനെയാണ് ഞാൻ പരാജയപ്പെടുത്താനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ അവിടുത്തെ ഒരു വോട്ടറാണ്. ഞാൻ എന്തിന് അൻവറിന് വോട്ട് ചെയ്യണം? പിണറായി സത്തിനെതിരായിട്ടുള്ള വോട്ടുകളെല്ലാം അങ്ങനെയാണെങ്കിൽ കൂടുതൽ ജയസാധ്യതയുള്ള കോൺഗ്രസിലേക്കല്ലേ പോകേണ്ടത്? അങ്ങനെയെങ്കിൽ കോൺഗ്രസിലേക്ക് പോകുന്നതിനെ തടയുന്നതിനും വോട്ടിനെ ഭിന്നിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടാണ് അൻവർ മത്സരിക്കുന്നത് എന്ന് പറഞ്ഞാൽ പിണറായി സത്തിനെ തളർത്താനാണോ വളർത്താനാണോ അദ്ദേഹം മത്സരിക്കുന്നതെന്നൊരു ചോദ്യമുണ്ട്. ശ്രീ അൻവർ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പറഞ്ഞതിന് ശേഷം ചോദ്യങ്ങളൊക്കെ സാമാന്യ ബുദ്ധിയുള്ള ആളുകളോടല്ലേ ചോദിക്കേണ്ടത്? അൻവറിനോട് ഇത് ചോദിച്ചിട്ട് ഇപ്പോൾ ഒരു കാര്യവുമില്ലെന്നാണ് എൻ്റെ പക്ഷം. തിരിച്ചെത്താം ശ്രീജിത്തിലേക്ക്. ഒരു നിമിഷം. സജിയോടാണ്. സജിക്ക് സാമാന്യ ബുദ്ധി ഉണ്ടെന്ന അർത്ഥത്തിലാണ് ഞാൻ ചോദിക്കുന്നത്. അത് പിണറായി സത്തിനോടാണോ, ആര്യാടന സത്തിനോടാണോ, സതീശ സത്തിനോടാണോ എന്നുള്ള ചോദ്യം മാത്രമേ ഉള്ളൂ.